ഹലോ ഗൈസ്, ശ്രീ ഹിയർ. ഇതാണ് ഐപാഡ് പ്രോ M4. എന്താ പറയുന്നത്, ഈ സാധനം. ഇത് കുറേ നാളായിട്ട് എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ചേട്ടൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം. പക്ഷെ ഞാൻ വീഡിയോ ഇടാൻ എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ, സോ ഗൈസ്, ഒന്നാമത്തെ സംഭവം, ഞാൻ ഐപാഡ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കിപ്പോൾ എൻ്റെ കൊച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോൺ ഉണ്ട്, അതിനിടെ ബിഗ്ഗർ സ്ക്രീൻ മാക്ക് ഓപ്പൺ ചെയ്താൽ എനിക്ക് മാക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നേ ഒരു ഐപാഡ് അങ്ങനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നൊരു ആളല്ല. എൻ്റെ വീട്ടിൽ ഐപാഡ് ആ ചേട്ടനും അമ്മയും അച്ഛനൊക്കെ യൂസ് ചെയ്തത് ഫോർ 99% ഓഫ് ദ ടൈം യൂട്യൂബും നെറ്റ്ഫ്ലിക്സും. അത് മാത്രമാണ്, വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ റിവ്യൂ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയപ്പം ഐ എം വെരി വെരി എന്താ പറയുക, ഇംപ്രസ്ഡ്. കാരണം ഐപാഡ് പ്രോ M4 കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ദി ബെസ്റ്റ് ടാബ്ലറ്റ് ഔട്ട് ദെയർ, വൺ ഓഫ് ദി ബെസ്റ്റ് ടാബ്ലറ്റ് ഔട്ട് ദെയർ. ഏതൊരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാലും ഡിസ്പ്ലേ, ഡിസൈൻ, പെർഫോമൻസ്, സ്പീക്കേഴ്സ്, ബാറ്ററി ലൈഫ്, എനിക്ക് അത്ര പറയുള്ളൂ. ഇത് തന്നെയാണ് ഇതിൻ്റെ റിവ്യൂ. ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടൊരു ടാബ്ലറ്റ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതൊരു ആസ്പെക്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിലും സൂപ്പർ. പക്ഷെ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, ഇത് തന്നെ എനിക്ക് M3 ഐപാഡ് പ്രോനെ കുറിച്ച് പറയാൻ പറ്റും. കിടിലം ബാറ്ററി ലൈഫ്, കിടിലം സ്പീക്കേഴ്സ്, കിടിലം ഡിസ്പ്ലേ, എല്ലാം കൊണ്ടും അതും പക്കല്ലേ. സോ വാട്ട്സ് റിയലി ന്യൂ അബൌട്ട് ദിസ് ഫോൺ? ആൻഡ് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുമോ നിങ്ങൾക്ക്? സിമ്പിളായിട്ട് പറഞ്ഞാൽ 95% ഓഫ് ആൾക്കാർക്ക് ഞാൻ അത് ഇപ്പോൾ കാണുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഒരു അഡീഷണൽ 5% ഓഫ് ആൾക്കാരുണ്ട്. അവരാരാന്ന് പറഞ്ഞുതരാം, അവർക്ക് എന്തുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു പറയാം. അതിന് മുന്നേ ലുക്ക് അറ്റ് ദ ഡിസൈൻ ബ്രോ. ഇത് സ്ലിം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നോ, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ S9 Ultra കണ്ടാന്ന് ലേറ്റസ്റ്റ് ആയിട്ട് സാംസങ് ഗാലക്സി ടാബ്. പക്ഷെ അത് ഭയങ്കര സ്ലിം ആയിരുന്നു. പക്ഷെ ഇത് ദിസ് ഇസ് എക്സ്ട്രാ ഓർഡിനറിലി സ്ലിം. എനിക്ക് ഐ വാസ് ഹെവിലി ഇംപ്രസ്ഡ് ബൈ ഡിസൈൻ. ഭയങ്കര സ്ലിമ്മായി. അതല്ലാതെ ഡിസൈൻ ചേഴ്സിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇത്രയും നാളെ ആപ്പിൾ ഐപാഡിൻ്റെ വെബ് ക്യാമറ, വെബ് ക്യാമറ എന്ന് വെച്ചാൽ സെൽഫി ക്യാമറ ഈ സൈഡിലായിരുന്നു. പക്ഷെ ഇപ്പം കറക്റ്റ് ഓറിയൻറ്റേഷനിലായി. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ കോൾസും ഫേസ് കോൾസും ഒക്കെ എടുക്കാനായിട്ട് പക്ക നമുക്ക് പറ്റുന്ന ഒരു രീതിയിലാണ്. പിന്നെ ഡിസൈനിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഭയങ്കര സ്ലിം ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ 10 ദിവസം 30 ദിവസം ഞാനിത് കേസില്ല, ഞാൻ യൂസ് ചെയ്യുമ്പോൾ കേസ് ഊരി വെച്ചിട്ട് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ സ്ലിം ആയതുകൊണ്ടാകും തോന്നുന്നു എനിക്ക് ഹീറ്റിംഗ് ഫീൽ ചെയ്തു. അതും ക്യൂരിയോസിറ്റി അടുപ്പിച്ച സംഭവം എന്ന് പറഞ്ഞാൽ, വലിയ വലിയ ടാസ്ക് ലൈക്ക് റിയൽ റേസിങ്ങും ഗെയിമും കളിക്കുമ്പോൾ ഒന്നും ചൂടാകത്തില്ല. യൂട്യൂബിനകത്ത് ഫുൾ വോളിയത്തിൽ പാട്ടിടുമ്പോഴൊക്കെയാണ് ചൂടാവുന്നത്. അത് മേ ബി ഇതിൻ്റെ ഫിസിക്കൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. ഇത്രയും സ്ലിം ആയിട്ട് സാധനത്തിൽ ഇത്രയും കിടിലം സൗണ്ട് തരുവാണെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി സാധനം തന്നെയാണ്. സോ ഡിസൈൻ ആസ്പെക്റ്റിൽ എനിക്ക് ചെറുതായിട്ട് പറഞ്ഞാൽ സ്പെക്കൊന്നും ഒരുപാട് പറയാതെ ഭയങ്കര സ്ലിം, എക്സ്ട്രാ ഓർഡിനറി സ്ലിം. യൂസ്ഫുൾ ആയുള്ള ഫീച്ചേഴ്സ് ലൈക്ക് ഫേസ് സെൽഫി ക്യാമറയൊക്കെ കറക്റ്റ് ഓറിയൻ്റ് ആയിട്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ഇന്റേണൽ റീകൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മാഗ്നറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് സ്ട്രോങ്ങർ ആൻഡ് ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് സത്യം. സോ ഡിസൈൻ അല്ലാതെ പിന്നൊരു സംഭവം എന്ന് വെച്ചാൽ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ, ദിസ് ഡിസ്പ്ലേ ഇസ് റെവല്യൂഷണറി ടെക്നോളജി എന്ന് എനിക്ക് പറയാനുള്ള. ഞാൻ പറയുന്നത് നിങ്ങൾ കൈസ് ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കും. ദിസ് ഇസ് ട്രൂ റെവല്യൂഷൻ ആപ്പിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യില്ല. ഒരുപാട് നാളത്തേക്ക് എന്നെ സംബന്ധിച്ച് ഒരു ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ കൊണ്ടുവന്നൊരു സാധനമാണ് അവരുടെ ടാൻഡം ഓലഡ് ഡിസ്പ്ലേ ടെക്നോളജി. ഇതെന്തോന്നും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഡിസ്പ്ലേ ഇസ് ഫിനോമിനലി ആക്യുറേറ്റ്. അത് ആക്യുറസിയും അതേപോലെ 1600 nits ഈക്വലി സ്പ്രെഡാണ്. അത് ഞാൻ എങ്ങനെ കറക്റ്റ് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം കണ്ടായിരുന്നു ഹൈസെൻസ് അവരുടെ പുതിയ ഡിസ്പ്ലേ ടെക്നോളജി കൊണ്ടുവന്നത് ULED എന്ന് പറയുന്നത്. അതിന് സംഭവം എന്ന് വെച്ചാൽ, ഒരു ടി വിയിൽ തന്നെ 2 പാനൽസ് വെക്കും. എനിക്കൊന്ന് 2 LCD പാനൽസ്, ഒരു മോണോക്രോമാറ്റിക് LCD പാനലും അതേപോലെ ഒരു കളർ പാനലും. അങ്ങനെ രണ്ടും കൂടെ ഇൻഫ്യൂസ് ചെയ്ത് ഒറ്റ ഔട്ട്പുട്ട് തരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കോൺട്രാസ്റ്റ് റേഷ്യോയും ഭയങ്കര ഡീപ്പ് ബ്ലാക്സും അതേപോലെ തന്നെ കിണ്ണ കളേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവർ 2 OLED പാനൽ ഒരുമിച്ച് ഇൻഫ്യൂസ് ചെയ്തൊരു പാനൽ ഉണ്ടാക്കി. ഒരു OLED പാനൽ ലിറ്ററലി പറഞ്ഞാൽ 2 OLED പാനൽ സ്റ്റാക്ക് ചെയ്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേ സ്റ്റാറ്റ്സ് ആർ ഫിനോമിനൽ. ദിസ് ഇസ് എന്താ പറയണേ, എനിക്ക് റെഫറൻസ് മോണിറ്റർ ആയിട്ട് ഞാനിത് ആൾക്കാരുടെ അടുത്ത് വാങ്ങിച്ചോളാൻ പറയുന്നു. അത്രയും കളർ ആക്യുറേറ്റും അത്രയും നിറ്റ്സ് ആക്യുറേറ്റുമായിട്ടുള്ള ഡിസ്പ്ലേ. ഞാൻ ലിറ്ററലി ഐ എം നോട്ട് ജോക്കിങ്. ഇത് നിങ്ങൾക്ക് റെഫറൻസ് മോണിറ്റർ ആയിട്ട് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു 5, 6, 7 ലക്ഷം രൂപ എടുത്ത് വാങ്ങിക്കുന്ന റെഫറൻസ് മോണിറ്റേഴ്സിനെക്കാട്ടിയും ആക്യുറേറ്റ് ആയിട്ടുള്ള റെഫറൻസ് മോണിറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണിത്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ദിസ് ഇസ് സച്ച് എ ഗുഡ് ടെക്നോളജി. ഇതിനകത്ത് ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, ഇതിനകത്ത് കളേഴ്സും ക്രിസ്പിനെസ്സും ഒക്കെ
സോ ഗ്രേറ്റ്. എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയെ കുറിച്ച് എങ്ങനെ നിങ്ങളുടെ എംഫസൈസ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞോളൂ. 120 ഹെർട്സ് ആണ്, പ്രൊമോഷനും സ്മൂത്ത്നെസ്സും ഒക്കെ ഉണ്ട്. ഓൾ ദ വേ ടു 10 LTPO, 10 ഫ്രെയിംസ് വരെ, 10 ഹെർട്സ് വരെ LTPO ആണ്. അതുകൊണ്ട് ബാറ്ററിനെ ഭയങ്കരമായിട്ടൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല. ഇതിനകത്ത് HDR കോണ്ടന്റ് കാണണം. പീക്ക് ബ്രൈറ്റ്നസ് 1600 നെറ്റ്സ് ഈവൻലി സ്പ്രെഡ് ആണ്. അതിനകത്ത് HDR ബ്രൈറ്റ്നസ് കാണുമ്പോൾ ആ ഡീപ് ബ്ലാക്സും കൂടെ വരുമ്പോൾ ഇറ്റ് ഇസ് സച്ച് എ ബട്ടറി എക്സ്പീരിയൻസ്. ഞാൻ ശരിക്കും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ മെഴുകി ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. ഞാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിനകത്ത് എല്ലാ ഡിവൈസസിനകത്ത് മാക്, എനിക്ക് തോന്നുന്നത് ആപ്പിളിൻ്റെ തന്നെ മറ്റേ രണ്ട് വലിയ മോണിറ്റർ ഉണ്ട്, അതിനെക്കാട്ടിയും ബെറ്റർ ഡിസ്പ്ലേ ആണെന്ന് എനിക്കിത് തോന്നി. എനിക്ക് തോന്നിയത് മാത്രമല്ല, ഇതിൻ്റെ സ്റ്റാറ്റ്സും ആക്യുറസി പോയിന്റും കളർ ആക്യുറസിയും, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് റെഫറൻസ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, ഇത് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി, റെഫറൻസ് മോണിറ്റർ പോലെ. അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് ആപ്പിൾ ഇതിൻ്റെ ഡിസ്പ്ലേനകത്ത്. എനിക്കും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും, ഞാനും അത്രയ്ക്ക് കോൺഫിഡൻ്റാണ്. ദിസ് ഡിസ്പ്ലേ ഇസ് റെവല്യൂഷണറി, സൂപ്പർബാണ്. ട്രസ്റ്റ് മീ, HDR കണ്ടന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സൂപ്പറാണ്. ഗൈസ്, എഡിറ്റ് ചെയ്ത് പൊളിഞ്ഞിരിക്കും. ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഇതുപോലത്തെ ജെനുവൻ ആയിട്ടുള്ള ഒരു കള്ളത്തരമില്ലാതെ മായമില്ലാത്ത ടെക് വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതെനിക്കും ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ബാക്കി വീഡിയോസ് പോയി കാണാം, എൻജോയ്. പക്ഷെ അതേസമയം സത്യം പറയുകയാണെങ്കിൽ ഇതൊന്ന് ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി ഒന്നും അറിയാത്ത ഒരാളുടെ അടുത്ത് കൊടുത്താൽ മച്ചം ഭയങ്കരമായിട്ട് എക്സ്ട്രോണറി ആയിട്ടൊന്നും നോട്ടീസും ചെയ്യത്തില്ല. ആൻഡ് അവർ കഴിഞ്ഞ ജനറേഷൻ ഓഫ് ഐപാഡ്സ് വെച്ച് നോക്കുമ്പോഴും ഓക്കെ, ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള പോലെ തോന്നി, ബ്ലാക്സ് അത്രയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ റെഫറൻസിനും കാര്യങ്ങൾക്കും സ്കെച്ച് ആർട്ടിസ്റ്റിനും കളറിസ്റ്റിനും ഒക്കെ ഇത് പക്ക കിടിലം ഓപ്ഷനാണ്. ഞാൻ ഇത്ര ഇതിൽ കൂടുതൽ ഡിസ്പ്ലേനെ കുറിച്ച് പറയുന്നില്ല. ഇനി കുറച്ച് അപ്ഡേറ്റ്സ് അവിടെയും കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ദ യൂഷ്വൽ അപ്ഡേറ്റ്സ്, ലേറ്റസ്റ്റ് M4 ചിപ്പ്, ലേറ്റസ്റ്റ് ബാൻഡ്വിഡ്ത്ത്, ലേറ്റസ്റ്റ് മോഡം, ഇച്ചിരൂടെ അപ്ഡേറ്റഡായിട്ടുള്ള തെർമൽസും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്പെക്ക് പറയുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇത് ടോപ്പ് നോച്ചാണ്. ഇത് ജനറലി സ്പെസിഫിക്കലി നമുക്ക് ആപ്പിൾ പെൻസിൽ പ്രോനെ കുറിച്ച് സംസാരിക്കാം. ആപ്പിൾ പെൻസിൽ പ്രോ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ പുതിയൊരു ഗാഡ്ജറ്റാണ്. അതൊരു പെൻസിൽ തന്നെ, ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇൻ ദ മാർക്കറ്റ് ഏറ്റവും അഡ്വാൻസ്ഡ് ആൻഡ് റെവല്യൂഷണറി ആയിട്ടുള്ളൊരു പെൻസിൽ ഇത് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് ഭയങ്കര പ്രഷർ സെൻസിറ്റീവ് ആണ്. അതിനകത്ത് പ്രഷർ സെൻസിറ്റീവ് അല്ല, ലീൻ ആംഗിളും കാര്യങ്ങളും വരെ നമ്മൾ വരയ്ക്കുമ്പോൾ അതനുസരിച്ച് ആക്യുറസി ഉണ്ട്. അതിനകത്ത് ഒരുപാട് ഹാപ്റ്റിക് ഫീഡ്ബാക്സ് വരുന്നുണ്ട്, ടച്ച് കൺട്രോൾസ് വരുന്നുണ്ട്, സ്ക്വീസ് കൺട്രോൾസ് വരുന്നുണ്ട്, ഒരുപാട് അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ മാത്രമേ കമ്പാറ്റബിൾ ആവത്തുള്ളൂ ഈ കറണ്ട് ജനറേഷൻ ഓഫ് ഐപാഡ്. സോ ഭയങ്കര കിടലും സ്കെച്ച് ആർട്ടിസ്റ്റിനൊക്കെയാണ് ഇത് നല്ലോണം ഉപയോഗിക്കാം. പക്ഷെ ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം. ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉള്ളൊരു പ്രോഡക്റ്റാണ് ഐപാഡ്. എസ്പെഷ്യലി M4 അത്രയും കേപ്പബിളായുള്ള പവർ വന്നപ്പോഴും M4 കിടിലം പ്രോഡക്റ്റാണ്, ഭയങ്കര പവറാന്നൊക്കെ പറഞ്ഞ് M4 ദ ബെസ്റ്റ് ഐപാഡ് എന്നൊക്കെ ആപ്പിൾ ഫാൻ ബോയ്സ് പറയുമ്പോൾ യു റിയലി കാൺ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അതാണ് സത്യം. ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നു ഇതിനകത്ത് ഡാവിഞ്ചി റിസോൾവ് അനൗൺസ് ചെയ്തപ്പോഴാണ്. പക്ഷേ അതിനകത്ത് കട്ട് പേജ് മാത്രമേ ഉള്ളൂ. കട്ട് പേജസ് എഡിറ്റ് എന്ന് പറഞ്ഞ ടാബ് ഇല്ല. പിന്നെ അത് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടോ. കളർ ചെയ്യാൻ പറ്റും, പക്ഷേ എഡിറ്റ് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് വലിയതായിട്ട് വിചാരിക്കുന്ന അതൊന്നും പറ്റത്തില്ല. സ്റ്റാക്കിങ്, ലെയറിങ്, മൾട്ടിപ്പിൾ ടൈം ലൈൻ വെച്ചുള്ള മണി, അങ്ങനത്തെ ഒരു പരിപാടിയും നിങ്ങൾക്ക് നടത്തില്ല. ഫ്യൂഷൻ പേജ് ഇല്ല, ഫെയർലൈറ്റ് പേജ് ഇല്ല. അതേസമയം ഇതിൻ്റെ പ്രോസസ്സർ ഇച്ചിരിയിലും ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഫൈനൽ കട്ടിനകത്താണ്. ഫൈനൽ കട്ടും ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് വന്നെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ യു ക്യാൻ യൂസ് ഇറ്റ്. അതേപോലെ ലോജിക് പ്രോ, ആപ്പിളിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് രണ്ടും നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു M2 തൊട്ടുള്ള ഐപാഡിനകത്തും യു ഹാവ് നോ പ്രോബ്ലം. ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇതിനകത്തൊന്നും അല്ല എഡിറ്റ് ചെയ്യുന്നത്, എൻ്റെ M1 ആയിട്ടുള്ള മാക്ബുക്ക് എയറിനകത്ത് തന്നെ ബാക്കിയിരിക്കുന്നത്. സോ M4 ഒരു ജനറേഷണൽ ചിപ്സെറ്റാണ്, ഭയങ്കര അഡ്വാൻസ്മെൻറ്റ്, ന്യൂറൽ പ്രോസസ്സിങ് എഞ്ചിനൊക്കെ ഭയങ്കര അടിപൊളിയാണ്, GPU ഒക്കെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് M2ഉം പോട്ടെ M1ഉം ഇതും തമ്മിൽ പോലും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്ന്. M2 M3 ഒക്കെ ഉണ്ടെങ്കിൽ അപ്ഗ്രേഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. സോ എൻ്റെ വേർഡിക്റ്റ് എങ്ങനെ ഐപാഡ് പ്രോ M4നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹാൻഡ്സ് ഡൗൺ സ്ലിം, സെക്സി, കിഡിലും സ്പീക്കേഴ്സ് ഉള്ള എക്സ്ട്രോണറി ബാറ്ററി ലൈഫ് എനിക്ക് ഒന്ന് 15 hours ഒക്കെ വീഡിയോ പ്ലേ ബാക്ക് കിട്ടണേ. എന്താ പറയണ പെർഫോമൻസ്, എലീറ്റ് പെർഫോമൻസ്, എക്സ്ട്രോണറി ഡിസ്പ്ലേ എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഓൾഡർ ജനറേഷൻ ഐപാഡ് മേടിക്കാൻ പറയും. കാരണം 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കാശ് സേവ് ചെയ്ത് ഓൾഡർ ജനറേഷൻ ഐപാഡ് മേടിക്കുക, അല്ലെ എയർ മേടിക്കുക. കാരണം
ഐ ഡോണ്ട് തിങ്ക് 95% ഓഫ് ദ ആൾക്കാർക്കും ഈ ഡിസ്പ്ലേ ആക്യുറസിയുടെ ആവശ്യമില്ല. 95% ഓഫ് ആൾക്കാർക്കും ലേറ്റസ്റ്റ് ചിപ്സെറ്റ് ആവശ്യമില്ല. 95% ഓഫ് ആൾക്കാർക്കും ഇച്ചിരി ഒരു 2 മില്ലിമീറ്റർ തിക്നെസ് കൂടി എന്ന് പറഞ്ഞ് വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. 95% ഓഫ് ആൾക്കാർ ആപ്പിൾ പെൻസിൽ പ്രോ മേടിച്ച് ഉപയോഗിക്കുന്നവരില്ല. സോ മൈ വേർഡിക്റ്റ് ഇസ് ആപ്പിൾ പെൻസിൽ പ്രോ ഉപയോഗിക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ, നിങ്ങൾ സ്കെച്ച് ആർട്ടിസ്റ്റ് ഒന്നും അല്ലെങ്കിൽ സ്കിപ്പ് ദിസ് വൺ, കഴിഞ്ഞ ജനറേഷൻ മേടിക്കുക. അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം മേടിക്കുക. ബാക്കി എല്ലാവരും ഞാൻ പറയാൻ പോവാ. ആപ്പിളിൻ്റെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉള്ളിടത്തോളം കാലം ഞാൻ M5 റെക്കമെൻഡ് ചെയ്തില്ല, M6 ഉള്ള ഐപാഡ് പ്രോയും റെക്കമെൻഡ് ചെയ്തില്ല, M3 M2 പൈസ ലാഭിച്ച് മേടിക്കുക. കാരണം ഐപാഡ് ഓയിസ് ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഐ ആം സ്ട്രെസ്ഫുൾ ഹിയർ. അത് ആപ്പിൾ അത് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് അതൊരു ഡിസിഷനും എടുത്തേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരിനകത്ത് ഈ ഒരു ഐപാഡിനകത്ത് ഇപ്പോൾ വലിയ ആപ്പിളിൻ്റെ എന്താ പറയണേ കിടിലം ഡാവിഞ്ചി റിസോൾവ് നമുക്ക് ഫുൾ ആക്സസ് കൊടുത്താൽ പീപ്പിൾ വിൽ സ്റ്റാർട്ട്. അത് ഞാൻ വാങ്ങിക്കത്തില്ല, ഞാൻ ഇതേ വാങ്ങിക്കും, ഇതും കീബോർഡും കൂടെ മേടിച്ചാൽ പോരെ. അതൊരിക്കലും ആപ്പിൾ ചെയ്യത്തില്ല. സോ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചീഫ് പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. എൻ്റെ വീട്ടിൽ M4 ആണ്, അൾട്ടിമേറ്റ്ലി പവർഫുൾ ആണ്. ടാൻഡം OLED ഡിസ്പ്ലേ ആണെങ്കിലും 720p യൂട്യൂബ് വീഡിയോ കാണാനും വല്ല നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണാനും ഇത് ഉപയോഗിക്കുന്നത്. സോ ഗൈസ്, ഇറ്റ്സ് റീ ഹിയർ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നു. ദിസ് ഇസ് മോർ ഓഫ് എ ഫീലിംഗ് റിവ്യൂ തന്നെ പ്രൊഡക്റ്റ് റിവ്യൂ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു.